എക്സോട്ടിക് അഡീനിയം പ്ലാന്റ്സ് കളക്ഷൻസിൻ്റെ പ്ലേലിസ്റ്റിൽ വരുന്ന സെക്കൻഡ് വീഡിയോ ആണിത്. നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ എല്ലാവരെയും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ആ വീഡിയോ കാണണം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള അടുത്ത കളക്ഷൻസിൽ ഫസ്റ്റ് വരുന്നത് ഒരു വൈറ്റും റോസും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫ്ലവറാണ്. നല്ല രസമാണ്. നമ്മളിതിൽ കോഡ് 124. ദെൻ ഒരു വൈറ്റ് ഫ്ലവറാണ്. ഇത് പ്യുവർ വൈറ്റാണ് കേട്ടോ. നല്ല വിടർന്ന് വരും ഈ ഫ്ലവർ. നല്ല പെറ്റൽസൊക്കെ ഉള്ള ഒരു ഫ്ലവറാണ്. ദെൻ തേർഡ് വരുന്നത് ഒരു വയലറ്റും വൈറ്റും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫ്ലവറാണ്. ദെൻ നമ്മുടെ റോസ് കളർ ഫ്ലവറിൽ വൈറ്റ് വളരെ കുറച്ച് മാത്രം, പക്ഷെ അത് നല്ലൊരു ഡിസൈനിങ് പോലെ തന്നെ വരുന്ന ഒരു ഫ്ലവറാണ്. ദെൻ ഒരു വൈറ്റും നമ്മുടെ ലൈറ്റ് പിങ്കും കൂടെ ചേർന്ന ഒരു ഫ്ലവറാണ്. ആ ലൈൻസ് കാണുന്നുണ്ടല്ലോ, അങ്ങനെ ലൈനിൽ വരുന്ന ഒരു പിങ്ക് ലൈനും കൂടെ ആയിട്ട് വരുന്ന ഒരു ഫ്ലവറാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഫ്ലവറാണ്. എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടെയാണ്. നമുക്ക് ബ്ലാക്ക് ഫ്ലവറൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഇതിൽ വരുന്ന ചില ഫ്ലവേഴ്സ് തന്നെ ഈ റെഡിഷ് കുറഞ്ഞിട്ട് ഈ ഒരു ബ്ലാക്കില്ലേ, ആ ബ്ലാക്ക് നല്ല രീതിയിൽ കവർ ചെയ്ത് വരുന്ന ഒരു ഫ്ലവറാണ്. നമ്മൾ R113 എന്നാണ് കോഡ് നൽകിയിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റിയാണ്. അടുത്ത് വരുന്നത് ഒരു റോസും ഒരു വയലറ്റും ഒരു വൈറ്റും ഒക്കെ ചേർന്ന ഒരു ത്രീ കളർ ചേർന്നൊരു ഫ്ലവറാണ്. അപ്പോൾ ഇതും നല്ല രസമാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് ഫ്ലവറാണ്. ഈ വൈറ്റിൽ തന്നെ പല വെറൈറ്റീസാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ വൈറ്റ് പോലെയല്ല. ഇതിൻ്റെ ആ ഒരു പെറ്റൽസിൽ വരുന്ന ഡിസൈനിങ് ഉണ്ടോ, ആ എഡ്ജ് ഇങ്ങനെ കൂർത്തിട്ട് അങ്ങനെ ഒരു വെറൈറ്റിയാണിത്. നല്ലൊരു ക്യൂട്ട് ഫ്ലവർ. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡും വൈറ്റും കൂടെ ചേർന്നതാണ്. R109 എന്നാണ് കോഡ്. നെക്സ്റ്റ് ഒരു യെല്ലോ ഫ്ലവറാണ്. നല്ലൊരു ഫ്ലവർ. എങ്ങനെയാ R108 എന്നാണ് കോഡ് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റും ഒരു യെല്ലോ ഫ്ലവറാണ്. നിങ്ങൾ ആ രണ്ട് ഫ്ലവറിൻ്റെ വ്യത്യാസം കണ്ടോ? പെറ്റൽസിൻ്റെ ആയാലും അതിൻ്റെ ഡിസൈനിങ് ആയാലും. നമ്മളപ്പോൾ ഇതിന് കോഡ് നൽകിയിട്ടുള്ളത് R105 എന്നാണ്. നെക്സ്റ്റ് എന്ന് വരുന്നത് ഒരു റെഡാണ്. പ്യുവർ റെഡല്ല, വൈറ്റ്, കുറച്ച് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്ത ഒരു ഡിസൈനാണ്. R102 എന്നാണ് കോഡ് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റും റോസും കൂടെ ചേർന്ന ഒരു ഫ്ലവറാണ്. ഇപ്പോൾ തന്നെ കുറേ റോസും വൈറ്റും കൂടെ മിക്സ് ചെയ്ത ഫ്ലവർ ആണെങ്കിൽ പോലും നിങ്ങൾ അതിലെ ഓരോ ചെറിയ വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇതിലും ഫസ്റ്റ് വരുന്ന പെറ്റൽസ് നല്ല വിടർന്നതും നമ്മുടെ അടുത്തടുത്ത് വരുന്ന പെറ്റൽസ് എല്ലാം അതിൻ്റെ എഡ്ജസ് കണ്ട കൂർത്ത് അങ്ങനെ ഒരു ഡിസൈനിങ് ആണ് ഈ ഫ്ലവറിൽ. R100 എന്നാണ് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു യെല്ലോ ഫ്ലവറാണ്. അതും നല്ലൊരു ക്യൂട്ട്. അപ്പോൾ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R98 എന്നാണ്. ദെൻ ഒരു പ്യുവർ വൈറ്റ് അല്ല, വൈറ്റും യെല്ലോയും ഒരു ജസ്റ്റ് ഒരു ലാവൻഡർ കളറും കൂടെ മിക്സ് ചെയ്തൊരു ഫ്ലവറാണ്. നെക്സ്റ്റ് ഒരു വൈറ്റും റെഡും കൂടെ ചേർന്നൊരു ഫ്ലവറാണ്. നമുക്ക് പ്യുവർ റെഡല്ല, ഒരു റോസ് പ്ലസ് റെഡ് എന്നൊക്കെ തോന്നിക്കുന്ന ഒരു ഫ്ലവറാണ്. നെക്സ്റ്റ് വരുന്നത് റെഡാണ്. റെഡും കുറച്ച് വൈറ്റിഷും കൂടെ ചേർന്ന ഒരു കളർ ഫ്ലവർ കോമ്പിനേഷൻ. ദെൻ വൈറ്റും റെഡും ആണ്. ഇതിൻ്റെ ഓരോ പെറ്റൽസിൻ്റെയും ആ വ്യത്യാസം കണ്ടോ നിങ്ങൾ? ഫസ്റ്റ് നമ്മൾ ഓരോ ഫ്ലവറിനും ഓരോ വ്യത്യസ്തത ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ ആ സെൻറ്ററിൽ വരുന്നില്ലേ ആ ഭാഗം, അത് ഭയങ്കരമായിട്ട് വിടർന്ന് വരില്ല. ആ ഒരു ചെറിയൊരു മൊട്ടിൻ്റെ ആ ഷേപ്പ് തന്നെ കാണും. അങ്ങനെ നമ്മൾ ഈ ഫ്ലവറിന് കോഡ് നൽകിയിട്ടുള്ളത് R88 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റും റോസും കൂടെ കോമ്പിനേഷനിൽ വരുന്നൊരു ഫ്ലവറാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അതിൻ്റെ ആ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യണത് കുറച്ച് കൂർത്തൊരു ടൈപ്പാണ് ആ ഒരു ഫ്ലവറിങ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡും വൈറ്റും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷൻ. നെക്സ്റ്റ് ഒരു റോസാണ്. റോസ് പ്യുവർ റോസ് അല്ല, റോസിൽ ഒരു വൈറ്റ് സ്കാറ്റർ കളർ ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഇത് നല്ലൊരു ഫ്ലവറാണ്. ഇതും ഒരു വൈറ്റിൽ റെഡ് കൂടെ മിക്സ് ചെയ്ത ഒരു കളർ കോമ്പിനേഷനാണ്. അതിൻ്റെ പെറ്റൽസിൻ്റെ ഡിസൈനിങ് തന്നെ വളരെ വ്യത്യസ്തമാണ്. കുറച്ചും കൂടി വെറൈറ്റിയാണിത്.
പിന്നെ വരുന്നത് റെഡാണ്, റെഡ് ഫ്ലവർ R81. ദെൻ വരുന്നത് നല്ലൊരു ക്യൂട്ടാണ്, എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇതും നല്ലൊരു പിങ്ക് നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ്. അതിൽ ഒരു റോസ് എന്നല്ല, ഒരു പിങ്ക് തന്നെയാണ്. അതിൻ്റെ ഒരു ഡാർക്ക് പിങ്ക് ബോർഡർ ലൈനായിട്ട് വരുന്നത് നല്ലൊരു ഫ്ലവർ. നെക്സ്റ്റ് വരുന്നത് റെഡാണ്. റെഡിൽ ജസ്റ്റ് ഒരു ഡാർക്ക് ഷെയ്ഡ് എഡ്ജസ് ആയിട്ട് വരുന്നതും ദെൻ ഒരു വൈറ്റും റെഡും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷനാണ്. എന്തോരം വ്യത്യസ്തതയാണല്ലോ ഓരോ ഫ്ലവറിങ്ങിനും, നല്ല രസമാണിത്. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് യെല്ലോയും റെഡും കൂടെ വരുന്ന ഒരു ഡിസൈനാണ്. R75 എന്നാണ് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു വൈറ്റും റെഡും കൂടെ ചേർന്ന ഒരു ഡിസൈനാണ്, നല്ലൊരു ഡിസൈൻ. ദെൻ ഒരു ലൈറ്റ് യെല്ലോയും റെഡും കൂടെ വരുന്നൊരു കോമ്പിനേഷനാണ്, നല്ല രസമാണ്. ഇത് നമ്മുടെ സൂര്യവെളിച്ചത്തിലും കൂടെ കാണുമ്പോഴത്തേക്ക് നല്ലൊരു ഡിസൈനാണ്, നല്ലൊരു ഫ്ലവറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ വരുന്നത് ഒരു റെഡും വൈറ്റും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷനാണ്. സെൻറ്ററിൽ മാത്രം വൈറ്റ് വരും, ബാക്കി റെഡ് വരുന്നൊരു ഡിസൈൻ. ദെൻ ഒരു ലൈറ്റ് പിങ്കും നല്ലൊരു ഡാർക്കിഷ് പിങ്കും കൂടെ, പിങ്കല്ല റോസ്, ആ ഒരു ടൈപ്പ് ഫ്ലവറാണ് R68. ദെൻ ഒരു വൈറ്റും റെഡ് ലൈൻസും, നമ്മൾ ശരിക്കും വരച്ചതുപോലെ ഉണ്ടല്ലേ ഈ ലൈൻസൊക്കെ, എന്താ പറയുക, നല്ല രസമാണ് അത് കാണാനും. അപ്പോൾ നമ്മൾ ഈ ഫ്ലവറിന് R66 എന്നാണ് നൽകിയിട്ടുള്ളത്. ദെൻ ഒരു ക്യൂട്ട് റോസ് ഫ്ലവറാണ്. ദെൻ ഒരു വൈറ്റും റോസും കൂടെ മിക്സ് ചെയ്തൊരു ഫ്ലവർ. സെൻറ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചൊരു ജസ്റ്റ് ഒരു റെഡിഷ് കളറും കൂടെ വരുന്നുണ്ട്. R61 എന്നാണ് കോഡ് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പിങ്കിൽ തന്നെ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ ചേർന്നിട്ട് ഒരു ലൈൻ കൂടെ സെൻറ്ററിൽ കൂടെ ഫോം ആവുന്നുണ്ട്, അങ്ങനെ ഒരു ഫ്ലവർ ടൈപ്പാണ് R60. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, സോ ബൈ ഫ്രം എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനൽ.